വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രീവിയസ് ഇയറിലെ കുറച്ച് ചോദ്യങ്ങളാണ്. നമുക്കറിയാം, ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതോടൊപ്പം അതുപോലെ തന്നെ SCRT പാഠഭാഗങ്ങൾ പഠിക്കുന്നതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനഃപ്പാഠമാക്കുക എന്ന് പറയുന്നത്. അപ്പൊ അത്തരം ചില ഭാഗങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ഏതാണ് ശ്വസനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം? ശ്വസനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ്? മെഡുല ഓംബ്ലഗേറ്റ. ഏതാണ്? മെഡുല ഓംബ്ലോഗേറ്റ. മെഡുല ഓംബ്ലോഗേറ്റ ഇതാണ് മസ്തിഷ്കത്തിന്റെ ഭാഗം. എന്തിനെ നിയന്ത്രിക്കുന്നത്? ശ്വസനത്തെ നിയന്ത്രിക്കുന്നത്. അപ്പൊ ശ്വസനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗമാണ് മെഡുല ഓംബ്ലോഗേറ്റ. അടുത്ത ചോദ്യം: മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്നത് ആരാണ്? എന്താണ്? മലയാളത്തിന്റെ ഓർഫ്യൂസ്. മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. അപ്പൊ ചങ്ങമ്പുഴ കൃഷ്ണപിള്ള ഏത് പേരിൽ അറിയപ്പെടുന്നു? മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ മലയാളത്തിന്റെ ഓർഫ്യൂസ് എന്നറിയപ്പെടുന്നത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് ജില്ല എന്ന അറിയപ്പെടുന്നത് ഏതിനെയാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് ജില്ല എന്നറിയപ്പെടുന്നത് പാലക്കാടാണ്. അപ്പൊ പാലക്കാട് ജില്ലയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ബാങ്കിംഗ് ജില്ല. ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്: പ്രാചീന കാലത്ത് കലിംഗ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. പ്രാചീന കാലത്ത് ഒഡീഷ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? കലിംഗ എന്ന പേരിലാണ്. ഇന്ത്യയില് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഇന്ത്യയിൽ എന്താണ്? ഹൈക്കോടതി ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യത്തെ വനിത ആരാണ്? ഇന്ത്യയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തിയ ആദ്യത്തെ വനിത ലീലാ സേത്താണ് ഇന്ത്യയിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യത്തെ വനിത. ക്ലിയർ ആയില്ലേ? ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏറ്റവും കൂടുതൽ സംസ്ഥാനവുമായി അതിർത്തി പങ്കുവയ്ക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ് ആണ്. ഏതാണ്? ഉത്തർപ്രദേശ്. അടുത്തത്: ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ്? ജാതി വ്യവസ്ഥയ്ക്ക് എതിരായി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാതിക്കുമ്മിയാണ്. ഏതാണ്? ജാതിക്കുമ്മി. ജാതി വ്യവസ്ഥയ്ക്കെതിരായി പണ്ഡിറ്റ് കറുപ്പൻ രചിച്ച കൃതി ഏതാണ്? ജാതിക്കുമ്മിയാണ്. അടുത്തത്: സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണത്തിന് പ്രസിദ്ധമായിട്ടുള്ള പഞ്ചാബിലെ സ്ഥലം ഏതാണ്? ജലന്ധർ ആണ്. പഞ്ചാബിലെ സ്ഥലം ജലന്ധർ. സ്പോർട്സ് ഉപകരണങ്ങളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പഞ്ചാബിലെ സ്ഥലം ഏതാണ്? ജലന്ധർ ആണ്. അടുത്തത്: മുസ്ലിം ലീഗ് എന്നാണ് സ്ഥാപിക്കപ്പെട്ടത്? മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ട വർഷം 1906. മുസ്ലിം ലീഗ് എന്നാണ് സ്ഥാപിതമായത്? 1906 മുസ്ലിം ലീഗ് സ്ഥാപിതമായത്. ഇനി അടുത്തത്: ഒന്നാമത്തെ കേരള നിയമസഭയിൽ ഒന്നാം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയില് സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി ആരാണ്? ആദ്യമായി സത്യപ്രതിജ്ഞ ചെയ്തത്? റോസമ്മ പുന്നൂസ് ആണ്. റോസമ്മ പുന്നൂസ് ഒന്നാം കേരള നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത ആദ്യ വ്യക്തി ആരാണ്? റോസമ്മ പുന്നൂസ് ആണ്.
അടുത്തത് ICDS ഇന്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെന്റ് സ്കീം എന്ന പൂർണ്ണരൂപം പറയും. ആ പദ്ധതി ആരംഭിച്ചത് എന്ന 1975 ഒക്ടോബർ മാസം 2-ാം തീയതി. ICDS പദ്ധതി ആരംഭിച്ചത് 1975 ഒക്ടോബർ 2-ാം തീയതിയാണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെയാണ് എന്ത് കടന്നു പോകുന്നത് എന്നാ ചോദിക്കണേ? ഉത്തരായന രേഖ കടന്നു പോകുന്നത്. അപ്പൊ ഉത്തരായന രേഖ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 8 സംസ്ഥാനങ്ങളിലൂടെ. ധാരാളം പരീക്ഷകൾക്ക് പിന്നെയും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഉത്തരായന രേഖ ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? 8. അടുത്തത് പിങ് പോങ് ട്ടോ. പിങ് കണ്ടോ? പിങ് പോങ്. ഈ പിങ് പോങ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ഏത് കായിക ഇനമാണ്? ടേബിൾ ടെന്നീസ്. അപ്പൊ ടേബിൾ ടെന്നീസിന്റെ അപരനാമമാണ് പിങ് പോങ് എന്ന് പറയുന്നത്. അടുത്തത് സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? റോബർട്ട് ഓവൻ ആണ്. സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി റോബർട്ട് ഓവൻ ആണ്. അടുത്തത് ഡോക്ടർ APJ അബ്ദുൽ കലാം. ഡോക്ടർ APJ അദ്ദേഹം എന്നാണ് അന്തരിച്ചത്? 2015 ജൂലൈ മാസം 27-ാം തീയതിയാണ്. അപ്പൊ ഡോക്ടർ APJ അബ്ദുൽ കലാം അന്തരിച്ചത് 2015 ജൂൺ 27 അടുത്തത് ദ്രവണാങ്കം ഏറ്റവും കുറഞ്ഞ ലോഹം ഏതാണ്? ദ്രവണാങ്കം ഏറ്റവും കുറവ് ഏത് ലോഹത്തിനാണ്? മെർക്കുറിക്കാണ്. ദ്രവണാങ്കം കുറഞ്ഞ ലോഹം ഏതാണ്? മെർക്കുറിയാണ് എന്ന് മനസ്സിലാക്കാം ട്ടോ. അടുത്തത് കേരളത്തിലെ ശ്രീഹർഷൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉള്ളൂർ S പരമേശ്വരയ്യരാണ്. കേരള ശ്രീഹർഷൻ എന്നറിയപ്പെടുന്നത് ഉള്ളൂരാണ്. ലോകത്തെ ആദ്യത്തെ ശിശു സൗഹൃദ നഗരം ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ നഗരം എന്നറിയപ്പെടുന്നത് ഷാർജയാണ്. ഏതാണ് ലോകത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ നഗരം? ഏതാണ്? ഷാർജയാണ്. അടുത്തത് വോയിസ് ഓഫ് ഇന്ത്യ എന്നത് ഒരു പത്രമാണ്. ആ പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ്? ദാദാഭായ് നവറോജി. അപ്പൊ വോയിസ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപകൻ ആരാ? ദാദാഭായ് നവറോജിയാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് റാവു മൻമോഹൻ മോഡൽ എന്ന് അറിയപ്പെടുന്നത് എത്രാമത്തെ 5-year പ്ലാൻ ആണ്? റാവു മൻമോഹൻ മോഡൽ എന്നറിയപ്പെടുന്നത് 8th 5-year പ്ലാനെയാണ്. എന്തിനെയാണ്? 8th 5-year പ്ലാൻ. ഇനി അടുത്തത് വിശദാദ്രിപുരം എന്ന പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്ന സ്ഥലം ഏതാണ്? വിശദാദ്രിപുരം എന്ന പണ്ട് കാലത്ത് അറിയപ്പെട്ടിരുന്നത് കേരളത്തിലെ തൃശ്ശൂർ ആണ്. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്ന തൃശ്ശൂര്. ഇനി അടുത്തത് ഒന്നാമത്തെ എല്ലാവർക്കും അറിയുന്ന ചോദ്യമാണ്. വട്ടമേശ സമ്മേളനം. ഒന്നാം വട്ടമേശ സമ്മേളനം എന്നാണ് നടന്നത്? 1930-ലാണ്. എന്നാ നടന്നേ? 1930-ലാണ് അല്ലെ? ഇനി ലോകത്തിൽ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ രജിസ്റ്റർ ചെയ്ത സൈബർ കുറ്റകൃത്യം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്വാഡ്. ആരാണ്?
ജോസഫ് മേരി ജാക്വാഡ്. ജോസഫ് മേരി ജാക്വാഡ്. ഇപ്പൊ ലോകത്തിൽ വെച്ച് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആദ്യത്തെ സൈബർ കുറ്റകൃത്യം ആരുടെ പേരിലാണ്? ജോസഫ് മേരി ജാക്വാഡിന്റെ പേരിലാണ്. അടുത്തത് ഒരു മ്യൂസിയത്തിന്റെ പേരാണ്. സലാർ ജംഗ് എന്നാണ് മ്യൂസിയത്തിന്റെ പേര്. സലാർ ജംഗ് മ്യൂസിയം എവിടെയാണ് എന്നാണ് ചോദ്യം. ഹൈദരാബാദിലാണ്. അപ്പൊ സലാർ ജംഗ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഹൈദരാബാദിലാണ്. സലാർ ജംഗ് മ്യൂസിയം ഹൈദരാബാദിലാണ്. ഇനി ഐക്യരാഷ്ട്രസഭ അഥവാ UNOയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ട്രിഗ്വേലിയാണ്. ആദ്യ UN സെക്രട്ടറി ജനറലിന്റെ പേര് എന്താണ്? ട്രിഗ്വേലി എന്നാണ്. എന്താണ്? ട്രിഗ്വേലി എന്നാണ് ട്ടോ. അടുത്തത് ചതുപ്പ് രോഗം എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ചതുപ്പ് രോഗം എന്ന് അറിയപ്പെടുന്നത് മലമ്പനിയാണ്. മലമ്പനിയെ എന്ത് വിളിക്കുന്നു? ചതുപ്പ് രോഗം എന്ന് വിളിക്കുന്നു. സൂര്യനിൽ നിന്നുള്ള താപം, സൂര്യനിൽ നിന്ന് എന്ത് താപം എവിടെ എത്തുന്നു? താപം എവിടേക്കാ വരണേ? ഭൂമിയിലേക്ക് വരുന്നു. അങ്ങനെ സൂര്യനിൽ നിന്ന് താപം ഭൂമിയിൽ എത്തുന്ന ആ രീതിക്ക് നമ്മൾ വിളിക്കുന്നത് എങ്ങനെയാണ് എത്തുന്നത്? വികിരണങ്ങളായിട്ടാണ്. സൂര്യനിൽ നിന്ന് താപം ഭൂമിയിൽ എത്തുന്നത് വികിരണങ്ങൾ ആയിട്ടാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് ലോക്സഭ. ലോക്സഭാ സ്പീക്കർ. ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ വനിത ആരാണ്? ലോക്സഭാ സ്പീക്കറായ ആദ്യത്തെ വനിത മീര കുമാറാണ്. ലോക്സഭാ സ്പീക്കറായ ആദ്യ വനിത ആരാണ്? മീര കുമാറാണ്. അടുത്തത് നോക്കൂ. ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്ന് അറിയപ്പെടുന്നത് ആരെയാണ്? ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നറിയപ്പെടുന്നത് റിച്ചാർഡ് വെല്ലസ്ലിയെയാണ്. ഇപ്പൊ റിച്ചാർഡ് വെല്ലസ്ലി എന്ന് പറയുന്ന പ്രഭുവിനെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അക്ബർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. കേരള സർക്കാരിന്റെ മഴവെള്ള കൊയ്ത്ത് പദ്ധതി. കേരള സർക്കാരിന്റെ മഴവെള്ള കൊയ്ത്ത് പദ്ധതി ഏതു പേരിൽ അറിയപ്പെടുന്നു? കേരള സർക്കാരിന്റെ മഴവെള്ള കൊയ്ത്ത് പദ്ധതിയുടെ പേര് വർഷ എന്നാണ്. ഏതാണ്? വർഷ. ഇനി അടുത്തത് നിലമ്പൂർ തേക്കിൻ കാട്ടിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ചാലിയാറാണ്. നിലമ്പൂർ തേക്കിൻ കാട്ടിലൂടെ ഒഴുകുന്ന നദി ചാലിയാറാണ്. ക്ലിയർ ആയില്ലേ? അടുത്തത് KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷൻ സയൻസ് ആൻഡ് ആർട്സ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? തെക്കുംതല. എവിടെയാണ്? തെക്കുംതല. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്ട് സ്ഥിതി ചെയ്യുന്നത് തെക്കുംതലയിലാണ്. കേരളത്തില് അല്ലെങ്കിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പക്ഷിശില്പം, ഇതിൽ ചോദിച്ചിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ പക്ഷിശില്പം എന്നാണ്. ഏതാണത്? ജടായുപ്പാറയാണ്. ഏതാണ്? ജടായുപ്പാറ. കേരളത്തിൽ ഏറ്റവും വലിയ പക്ഷിശില്പം ഏതാണ്? ജടായുപ്പാറയാണ് ഏറ്റവും വലിയ പക്ഷിശില്പം എന്ന് മനസ്സിലാക്കാം. അടുത്തത് ഗുരുവായൂർ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. ഗുരുവായൂർ സത്യാഗ്രഹം അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു? ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് ചോദ്യം. മന്നത്ത് പത്മനാഭനാണ്. ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആരാണ്? മന്നത്ത് പത്മനാഭനാണ് ട്ടോ. അടുത്തത് നിരീശ്വരവാദികളുടെ ഗുരു എന്ന് അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗിയെ നിരീശ്വരവാദികളുടെ ഗുരു എന്ന് വിളിക്കുന്നു. എന്താണ്? നിരീശ്വരവാദികളുടെ ഗുരു എന്ന് വിളിക്കുന്നു. അടുത്തത് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്?
പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദിയുടെ പേര് സിന്ധു എന്നാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏക ഹിമാലയൻ നദി ഏതാണ്? സിന്ധു ആണ്. അടുത്തത് ഏക പൗരത്വം. ഏക പൗരത്വം. ഏക പൗരത്വം എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. അടുത്തത് കാർഗിൽ പട്ടണം. കാർഗിൽ പട്ടണം ഏത് നദിയുടെ തീരത്താണ്? സുരു നദിയുടെ തീരത്താണ്. കാർഗിൽ പട്ടണം സുരു നദിയുടെ തീരത്താണ്. അടുത്തത് ക്വിറ്റ് ഇന്ത്യ പ്രമേയം അല്ലെ, പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചത് എന്നാണ്? 1942 ഓഗസ്റ്റ് മാസം 9 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ആരംഭിച്ചു. 1942 ഓഗസ്റ്റ് 9. അടുത്തത് ഇലകളിലെ ക്ലോറോഫിൽ. ഇലകളിലെ ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ക്ലോറോഫിലിൽ അടങ്ങിയിരിക്കുന്നത് ഏത് ലോഹമാണ്? മഗ്നീഷ്യമാണ്. ഏതാണ്? മഗ്നീഷ്യമാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏതാണ്? സർജിക്കൽ ഹോർമോൺ. സർജിക്കൽ ഹോർമോൺ എന്നറിയപ്പെടുന്നത് നോർ അഡ്രിനാലിനാണ്. എന്താണ്? നോർ അഡ്രിനാലിൻ. നോർ അഡ്രിനാലിനെ എന്ത് വിളിക്കുന്നു? സർജിക്കൽ ഹോർമോൺ എന്ന് വിശേഷിപ്പിക്കുന്നു. ഇനി സംസ്ഥാനത്തെ, ഓരോ സംസ്ഥാനത്തെയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ, സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. അടുത്തത് കോശമർമ്മം. കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. കോശമർമ്മം കണ്ടുപിടിച്ചത് ആരാണ്? റോബർട്ട് ബ്രൗൺ ആണ്. ഇനി അടുത്ത ലാസ്റ്റ് ചോദ്യം ഇതാണ്. ലിറ്റിൽ ലാസ. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ഏത് സ്ഥലമാണ്? ധർമ്മശാലയാണ്. ധർമ്മശാലയെ ലിറ്റിൽ ലാസ എന്ന് അറിയപ്പെടുന്നു. ലിറ്റിൽ ലാസ എന്നറിയപ്പെടുന്നത് ഏതാണ്? ധർമ്മശാലയാണ്. അപ്പൊ ഇത്രയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പഠിച്ചത്. ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതി തന്നെ കാണിച്ചു തരുന്നത്, ചില കുട്ടികളൊക്കെ പറയുമ്പോൾ എഴുതുന്നത് ക്ലിയർ ആവണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എഴുതി കാണിച്ചു തരുന്നത് മാക്സിമം നിങ്ങൾക്ക് നമുക്കിത് കാണുമ്പോൾ കുറച്ചും കൂടി പറയണേക്കാൾ കുറച്ചും കൂടി ഇഫക്റ്റ് കിട്ടൂലോ എന്നുള്ളത് കൊണ്ടാണ്. മാക്സിമം വൃത്തിയായിട്ട് എഴുതാനായിട്ട് ടീച്ചർ ശ്രമിക്കുന്നുണ്ട്. ഇനിയും പരമാവധി കുറച്ചും കൂടി വൃത്തിയാക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്സിൽ. ഭംഗിയായിട്ട് പഠിക്കുക. അറിയാത്ത കാര്യങ്ങളൊക്കെ നോട്ട് എഴുതി തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ടീച്ചർ ക്ലാസ് ഇഷ്ടപ്പെടാൻ ചെന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകൾ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യൂ. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ടീച്ചർ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.